ഭൂരിപക്ഷം 11,859. കേട്ടാൽ തോന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതോ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷമാണെന്ന്. എന്നാൽ അല്ല. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ റാന്നി അങ്ങാടി ഡിവിഷനിൽ വിജയിച്ച ഒരു യുവ സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷമാണിത്. ആ ജനപ്രതിനിധിയെ ഒന്ന് പരിചയപ്പെടാം. ഇത് റാന്നി സ്വദേശി ആരോൺ ബിജ്ലി പനവേലിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നായി ജില്ലാ പഞ്ചായത്ത് റാന്നി അങ്ങാടി ഡിവിഷനിൽ മത്സരിച്ചു. ഫലം വന്നപ്പോൾ ഭൂരിപക്ഷം 11,859. മുത്തശ്ശൻ സണ്ണി പനവേലിൽ, മുത്തശ്ശി റേച്ചൽ സണ്ണി പനവേലിൽ എന്നിവർ മുൻ റാന്നി MLA-മാരായിരുന്നു. പിതാവ് പ്രമുഖ കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച ബിജ്ലി പനവേലിൽ. മുത്തശ്ശനോടും മുത്തശ്ശിയോടും പിതാവിനോടും ഉണ്ടായിരുന്ന നാട്ടുകാരുടെ സ്നേഹം തനിക്ക് വോട്ടായി മാറി. 11,000-ന് മുകളിലെ ഭൂരിപക്ഷത്തെപ്പറ്റി ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ: സാധാരണക്കാരനോട് എന്നും നിലകൊണ്ട് നിൽക്കുക. ഈ നാട്ടിലെ സാധാരണക്കാരൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിലകൊണ്ട്. ഞാൻ ഒരു പുതിയൊരാളാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. ഒരു ഇലക്ഷനെ ആദ്യമായി ഞാൻ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നു. എന്നെ സംബന്ധിച്ച് അതിലുപരി എൻ്റെ പിതാവും അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നു. അതിൻ്റെ ഒരു സ്നേഹം ഈ നാട്ടിലെ ജനങ്ങൾ എന്നോട് തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആരുമല്ല. ഈ നാട്ടിലെ ജനങ്ങൾ അവരെ സ്നേഹിച്ചു. ആ സ്നേഹം കളയാതെ ഞാൻ കാത്തു സൂക്ഷിക്കും. ഈ നാട്ടിലെ ഏതൊരു സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളും. അതുതന്നെയാണ് എൻ്റെ പ്രതിജ്ഞ. പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷനാണ് 26-കാരനായ ആരോൺ ബിജ്ലി പനവേലിൽ. ബാച്ചിലർ ഓഫ് ആർക്കിടെക്ചർ ബിരുദധാരി കൂടിയാണ് ആരോൺ. 4 പഞ്ചായത്തുകളിലെ 49 വാർഡുകളിലെ വോട്ടർമാരാണ് റെക്കോർഡ് ഭൂരിപക്ഷം നൽകി ആരോണിനെ വിജയിപ്പിച്ചത്. ഒന്ന് പോളിംഗ് വളരെ കുറവാണ് നടന്നത്. അതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാധാരണ 56,000-ഓളം വോട്ടർമാരുള്ള ഒരു ജില്ലാ ഡിവിഷനാണ്. അതിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു 40,000-ഓളം പോൾ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അതിലും ഒരുപാട് കുറഞ്ഞെന്നുള്ള 34,411 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഭൂരിപക്ഷത്തിലോട്ട് ജനങ്ങൾ നമ്മളെ കയറ്റി വിടുന്നു. ഉറപ്പായിട്ടും ഈ നാട്ടിലെ ജനങ്ങളോട് നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. ആകെ പോൾ ചെയ്ത 34,419 വോട്ടിൽ 21,226 വോട്ട് ആരോണിന് ലഭിച്ചു. രണ്ടാം സ്ഥാനത്തെത്തിയ LDF സ്ഥാനാർത്ഥിക്ക് 9,367 വോട്ടും മൂന്നാമതായ NDA സ്ഥാനാർത്ഥിക്ക് 3,818 വോട്ടും ലഭിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ പരമാവധി വികസനം നാട്ടിലെത്തിക്കുമെന്ന് ആരോൺ പറയുന്നു. മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും പിതാവിൻ്റെയും പാത പിന്തുടർന്ന് എന്നും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. ഇതാണ് ആരോണിൻ്റെ ഉറപ്പ്. അപ്പച്ചനും അമ്മച്ചി MLA-മാരായിരുന്നതിൻ്റെ ഉപരി ഈ നാട്ടിലെ ജനങ്ങൾ നമ്മളൊരു കുടുംബാംഗത്തെ പോലെയാണ് കാണുന്നത്. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം പ്രത്യേകിച്ച് അപ്പച്ചനും അമ്മച്ചി ഉപരി എൻ്റെ പിതാവിനോട് കാണിക്കുന്നൊരു സ്നേഹം. അതിനകത്ത് എനിക്കൊരു സങ്കടം ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ പിതാവിന് എനിക്ക് വലിയ ഓർമ്മകളൊന്നുമില്ല. എൻ്റെ 4ാം ക്ലാസ് വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പം അന്ന് എങ്ങനെയൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വളരെ പ്രയാസത്തിലാണ് ഞാനത് റീകളക്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും നമുക്കതൊരു എക്സ്പീരിയൻസാണ്. നമ്മുടെ പിതാവ് ഈ നാട്ടിലെ ജനങ്ങളോട് എങ്ങനെയായിരുന്നു എന്നും അതൊക്കെ ഞാനിപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതലും അറിയാൻ കഴിയുന്നത്. അപ്പോൾ അത് ഒരു മകനെ സംബന്ധിച്ചൊക്കെ ഒരുപാട് എന്താ പറയുക, സന്തോഷം തരുന്നൊരു കാര്യമാണ്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.